ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രൻ പൊന്നുമടത്തിൻ്റെ വാതിൽക്കൽ വന്ന് നിന്ന് ഭയങ്കര ഷൈൻ ചെയ്താട്ടോ. പല്ലി 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 എന്നും പറഞ്ഞ് വിളിക്കാം. ഇറങ്ങി വാ മോളെ പല്ലി എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നു. സേതുവും പൂർണ്ണിമ ഇത് നോക്കി നിൽക്കുക. ആ സമയത്താണ് പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. പല്ലവി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ കൈയൊക്കെ കെട്ടി വെച്ചേക്കുന്നത് കണ്ടു. ഇതെന്തൊരു കോലവാടി പെണ്ണേ, ഇത് മയിലിനെ പോലെ നീ ഇപ്പോൾ മങ്കിയെ പോലെ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോൾ പല്ലവിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അയ്യോ, നിന്റെ കൈക്ക് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കയ്യെ പിടിച്ചപ്പോൾ വിടറോ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്ത് നീ എടുത്ത് അകത്തേക്ക് വെക്കാൻ പറഞ്ഞു. കുറേ കൊട്ടയും പഴമൊക്കെ അങ്ങ് കൊടുത്തു. അയ്യോ സോറി കൈ മേലല്ലേ, എന്ത് ചെയ്യാനാ, ഡാ ഇതുകൊണ്ട് അകത്ത് വെക്കടാ എന്നും പറഞ്ഞ് സേതുവിൻ്റെ ഇലയ്ക്ക് കൊടുക്കുമ്പോൾ ഫടാ നമ്മുടെ സേതു, എന്നാൽ പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പോയി കഴിഞ്ഞിട്ട് അകത്തെടുത്ത് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ മോളെ വേഗം റെഡിയാകുക, നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ പല്ലവിയോട് പറയാം. എനിക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി തരേണ്ട കയ്യേ ഇത്, നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ തന്നെ ഒരാടോ ചുമതലപ്പെടുത്തിയതെന്ന് പല്ലവി ഇങ്ങനെ ചോദിക്കുമ്പം എൻ്റെ ദൈവമേ, അയ്യോ എടി ഞാൻ നിൻ്റെ ഭർത്താവല്ലേ, ആ ഒരു അവകാശം പോരെ എനിക്ക്, നിനക്കെന്താ അത് പോരേന്ന് ചോദിച്ചു. ഇതൊക്കെ കേട്ട് പൂർണ്ണിമയ്ക്കൊക്കെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പൂർണ്ണിമയൊക്കെ ഇങ്ങനെ കലിപ്പിച്ച് തന്നെ ഇങ്ങനെ നിൽക്കുക. അല്ലെങ്കിൽ വേണ്ട, വേറെ ആശകളൊന്നുമില്ല, ഇതൊക്കെ മതി, മുറിച്ചിട്ടാൽ മുറി കൂടുന്ന നേരമല്ലേ, അതൊക്കെ ശരിയായിക്കോളും എന്നൊക്കെ എന്നിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ എന്താ ഇങ്ങനെ എന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? ചേട്ടൻ വന്നിട്ട് ഒരു ചായ പോലും വേണമെന്ന് ചോദിക്കാത്തത് എന്താ? പിന്നെ ഇടുമ്പോഴേ സോറി, ഇത്തിരി കടുപ്പത്തിൽ അങ്ങ് ഇട്ടേക്കണം, ഇച്ചിരി പാല് ഇച്ചിരി പഞ്ചസാര കുറച്ച് ചൂട്. എൻ്റെ ഒരു കോമ്പിനേഷൻ അങ്ങനെയാണെന്ന് പറഞ്ഞപ്പം ഇറങ്ങിപ്പോടോ എൻ്റെ മുന്നിൽ നിന്നെന്ന് പല്ലവി പറഞ്ഞു. എടി ഇത് ഞാനാ, നിൻ്റെ ഇന്ദ്രേട്ടനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ നിന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ കണ്ട് അച്ചുവും അല്ലാതായിട്ട് നിൽക്കുന്നു. ഇത് നോക്കിയ ചേട്ടൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നൊക്കെ നോക്കിയേ, ഓറഞ്ച്, മുന്തിരി, പൈനാപ്പിള്, ആപ്പിള്, പഴം, നോക്ക് മഞ്ഞ തണ്ണിമത്തൻ. അപ്പോഴത്തേക്കും പല്ലവി അതെടുത്ത് ഒറ്റ ഏറും വെച്ച് കൊടുത്തു. ഓശോ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ അവിടെ നിൽക്കുക. എന്ത് പണിയെ കാണിച്ചേ, ഇതെല്ലാം നിനക്കാടി ഞാൻ കൊണ്ടുവന്നേ, നീ എന്നെ ഇങ്ങനെ കാണിക്കുന്നേ, പെടാ വാടാന്ന് പറഞ്ഞുകൊണ്ട് സേതു വലിച്ചിങ്ങ് മാറ്റി. തിക്ക് ഞാൻ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. നീ ഇങ്ങ് വാടാന്നും പറഞ്ഞു പിടിച്ച് വലിച്ചിങ്ങ് മാറ്റി നിർത്തി. മര്യാദ വേണ്ടേ ആശാനെ, വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, അതും കയ്യാങ്കളി ഈ വീട്ടിൽ ഇവരുടെ മുന്നിൽ വെച്ച് വേണമെന്ന് ചോദിച്ചു. എടോ മൂന്നാമതൊരാളെ വിളിക്കുക, എൻ്റെ ആവശ്യം ന്യായമാണോ എന്ന് അയാൾ പറയും എന്ന് പറഞ്ഞപ്പോഴേക്കും പോടാന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ പിടിച്ചൊരു തള്ളി നമ്മുടെ സേതു. മോളെ പല്ലി, ദേ ചേട്ടനെ ഇറക്കി വിടുന്ന നീ കണ്ടോ? ശരിയല്ല കേട്ടോ, ഇതൊന്നും ഇങ്ങനെ ചെയ്യരുത്, നാളെ ഒരിക്കലും ഇതിനെപ്പറ്റി ഓർത്ത് നിനക്ക് ദുഃഖിക്കേണ്ടി വരും, വിഷമം തോന്നും നിനക്കെന്നൊക്കെ പല്ലവിയോട് ഇന്ദ്രൻ ഇങ്ങനെ പറയുമ്പോൾ നിന്നിനി പരിസരത്ത് കണ്ടു പോയിക്കരുത് പോടാന്ന് പറഞ്ഞു. ഹായ് നല്ല സാരി, പോടാ ഇറങ്ങി പോടാ, നിന്റെ താടി വെപ്പാണോടാ, പോടാ എന്നും പറഞ്ഞോണ്ട് സേതു. ഇതൊക്കെ കുറിച്ച് വെക്കും ഞാൻ, തരുമ്പോൾ ഒരു മൂട്ടം പണി തന്നെ നിനക്ക് ഞാൻ തരും, ഒരുങ്ങി ഇരുന്നോളാൻ പറഞ്ഞു. ശരി നീ പോ ഇപ്പോൾ എന്ന് പറഞ്ഞു കേട്ടോ സേതു നേരം. പിന്നെ നിന്നോട് പല്ലവി മോളെ, എന്നോടുള്ള ദേഷ്യം കാരണം ആ ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കരുത്, അത് കഴിച്ചു പോലെ മനുഷ്യക്കോലാകാനും നോക്കാനൊക്കെ പറയുമോ, പഴയതുപോലെ മയിലിനെ പോലെ ആകാൻ നോക്കുക പൊട്ടടി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. ഇന്ദ്രൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പല്ലവി ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പൂർണ്ണിമയ്ക്കും അതുപോലെ അച്ചുവിനും സേതുവിനൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷനായി. ആ സമയത്ത് അച്ചു എന്ന പല്ലവിയെ സമാധാനിപ്പിക്കുക. ശരിക്കും ഭ്രാന്തനവൻ, ഡിവോഴ്സ് കേസ് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പൂർണ്ണിമ അന്നേരം പറഞ്ഞു. തല്ലു കൊടുത്ത് പറഞ്ഞ കേസായത്, തലയ്ക്ക് സുഖമില്ലാത്തവരെ തല്ലിയിട്ട് എന്താ കാര്യമെന്ന് സേതു അന്നേരം ചോദിക്കുക. പല്ലവി ഒന്നിനും പ്രതികരിച്ചില്ല, ഒന്നും മിണ്ടാതെ പല്ലവി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സേതു പല്ലവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പല്ലവിയെ സമാധാനിപ്പിക്കുന്നതും കണ്ട് പല്ലവി ടെൻഷൻ അടിക്കണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അമ്മയും പറഞ്ഞു പോട്ടെ മോളെ, ഇതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ടെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്ദ്രൻ നേരെ പ്രതാപൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. കൈ പിടിച്ചൊടിച്ചാൽ കൈ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് പ്രതാപൻ ഇങ്ങനെ നിൽക്കുക. കൈക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ചെന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല എന്ന് പ്രതാപൻ. അവിടെ കയ്യിലിതിട്ടിരിക്കുക പല്ലവിക്ക്. പാവം പല്ലവി, വേദന കുറേ സഹിക്കുന്നുണ്ടാവും. അത് മുതലെടുക്കുക അവനെ അങ്ങ് ഇല്ലാണ്ടാക്കിയാലോ, നമുക്ക് തട്ടിക്കളയണമെന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ പറയും കേട്ടോ. അതിന് പറ്റുമോ തനിക്ക് എന്ന് ചോദിക്കുമ്പം ആരെക്കുറിച്ചാണ് പറയുന്നത് ഇന്ദ്ര? തൻ്റെ അപ്പൂപ്പനെ കുറിച്ച്. അപ്പൂപ്പനോ? എൻ്റെ പൊന്നെ, ഇവനെയൊക്കെ എടാ സേതുമാധവനെ പറ്റിയാടോ പറയുന്നത്, അവനെ പറ്റി അല്ലാണ്ട് വേറെ ആരെ പറ്റിയാടോ നമ്മൾ സംസാരിക്കാറുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പല്ലവിയുടെ കൈക്ക് സൗകര്യം പറ്റിയത് സൗകര്യമായിട്ട് എടുത്തിരിക്കുക. അവൻ ഭക്ഷണം കൊടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് കൊടുക്കുന്നു. അയ്യോ ഓർത്തിട്ട് എനിക്കെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് പറയണം. ഫിനിഷ് ചെയ്യണം അവനെന്നും പറഞ്ഞു. പറ്റുമോ തനിക്കെന്ന് പ്രധാനോട് ചോദിച്ചപ്പോൾ പറ്റുമെന്ന് പറഞ്ഞു. ചുമ്മാ കിടന്ന് പറ്റുമെന്ന് പറയാതെ പറ്റുമെങ്കിൽ മാത്രമേ പറ്റുമെന്ന് പറയാവുള്ളൂ എന്ന് പറഞ്ഞു.
നടക്കും ഇന്ദ്ര, നടത്തും, ഈ പ്രതാപം നടത്തും എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപം നിൽക്കുക. അവൻ തീർന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്നും തൻ്റെ കയ്യിൽ നിന്ന് കാശ് മാത്രമല്ല ആ ടെക്സ്റ്റൈൽസ് മുഴുവനും തൻ്റെ കൈകളിലേക്ക് വരും. എനിക്ക് എൻ്റെ പല്ലവിയെയും കിട്ടും. പൊന്നുമ്മട വന്ന ഖനി പിന്നെ തൻ്റെ കൈകളിലിരിക്കും. എന്താ അത് പോരേന്ന് ചോദിച്ചു. പിന്നെ കുഴിച്ചെടുക്കാൻ തനിക്ക് ഇഷ്ടം പോലെ അതിനകത്തു നിന്ന്. എടോ, വരാൻ പോകുന്ന അത്രയും ഭാഗ്യങ്ങളെപ്പറ്റി മാത്രം താൻ ചിന്തിക്കുക, എന്നിട്ട് താൻ ഇറങ്ങുക, അപ്പം പറ്റും. എങ്ങനെയാ? ചാവടിയന്തരം നടത്താൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു. എടോ ആലോചിക്കടോ, താനൊന്ന് ആലോചിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഇന്ദ്രൻ ഇങ്ങനെ ഇവരെ മൂപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പ്രതാപനും അവിടെ നിൽക്കുവാണ്. എന്തായാലും ചേട്ടനും അനിയനും കൂടി നല്ല രീതിയിൽ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. താൻ ഈ ഒരു കേസിലെങ്ങാനും എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ രക്ഷിക്കും, ഒരു പോറൽ പോലും ഏൽക്കാതെ തന്നെ ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു. എന്നെ വിശ്വാസമില്ല തനിക്ക്? വിശ്വാസമാണ് എന്ന് പ്രതാപൻ്റെ വകയൊരു ഡയലോഗ്. പോയി തീർത്തിട്ട് അവനെ ആ ഒരു വാർത്ത കൊണ്ടായിരിക്കണം താൻ വരേണ്ടതെന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ ഇന്ദ്രൻ പറഞ്ഞു വിടുക. പാവം പ്രതാപൻ കയറിപ്പോയി. ഇന്ദ്രനെ കണ്ട് പ്രതീക്ഷയോടെ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നെ കാണിക്കുന്ന സേതുവിനെ ആട്ടോ. സേതുവിനെ ഇങ്ങനെ നമ്മുടെ പല്ലവിയുടെ സാരിയൊക്കെ തേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എന്താ സേതുവേട്ടേ കാണിക്കുന്നേ എന്ന് ചോദിച്ചു. എന്ത് കാണിക്കുന്നെന്ന്? അല്ല സേതുവേട്ടൻ ഇത് എന്താ പണി കാണിക്കുന്നേ, ഇതെന്താ ഈ അയൺ ചെയ്യണേ എന്ന് ചോദിച്ചു. ഞാൻ അയൺ ചെയ്യുന്നത് എന്താണെന്ന് പല്ലവി കണ്ടില്ലേ? ഞാൻ അയൺ ചെയ്യുന്നതേ പല്ലവിയുടെ സാരിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ടപ്പോൾ പല്ലവി ചോദിച്ചു, എന്തിനാ എൻ്റെ സാരിയൊക്കെ എടുത്ത് അയൺ ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യം എന്താ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല സേതുവേട്ടാ എന്ന് പറഞ്ഞപ്പോൾ, അതിനിപ്പോൾ എന്താ പല്ലവി കുഴപ്പം? അതൊന്നും വേണ്ടായിരുന്നു സേതുവേട്ടാ, അമ്മ പറഞ്ഞത് കേട്ടായിരുന്നല്ലോ, ഈ കൈ നേരെയാക്കി തരേണ്ടത് പൊന്നുമ്മടത്തിൻ്റെ കടമയാണെന്ന്. ഈ പൊന്നുമ്മടം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആരാ ഈ ഞാനല്ലേ? സേതുവേട്ടൻ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. ഇപ്പം ഈ കാര്യത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ആദ്യത്തിരി കടന്ന കൈയല്ലേ സേതുവേട്ടാ? പണ്ട് മോഹൻലാൽ പറഞ്ഞതുപോലെ അതിമോഹമല്ലേ ദിനേശ? അത് അതിമോഹം. അതെ, ആ അതിമോഹം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ. അച്ചുണ്ട്, സ്വാതിയുണ്ട്, പിന്നെ ബേബി ചേച്ചിയുണ്ട്. പക്ഷെ അവരാരെങ്കിലും ചെയ്താലേ ഞാൻ ചെയ്യുന്നത് പോലെ ആകുമോ എന്നിങ്ങനെ സേതു പല്ലവിയോട് ചോദിച്ചു. പല്ലവി ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അവകാശം എനിക്കല്ലേ, താൻ എൻ്റെ മാത്രമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം കേൾക്കാനൊരു സുഖമൊക്കെ ഉണ്ടെന്ന് പല്ലവി പറഞ്ഞപ്പം യഥാർത്ഥ സുഖം അനുഭവിക്കുന്നതേ ഞാനാണെന്ന് സേതു പറയുമ്പോൾ പല്ലവി ഇങ്ങനെ നോക്കുക. അതെന്താ അങ്ങനെ സേതുവേട്ടൻ പറഞ്ഞെന്നുള്ളൊരിതിൽ തനിക്ക് വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതെത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിന് പകരം വയ്ക്കാൻ ഈ ലോകത്ത് മറ്റൊന്നുമില്ല എന്നും പിന്നെ ഈ സ്നേഹം എന്നൊക്കെ പറയുന്ന പേടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ പല്ലവി. അതിനൊരവസരം കിട്ടിയാൽ പിന്നെന്തിനാ നമ്മളത് വേണ്ടെന്ന് വെക്കുന്നത്? അപ്പോൾ ഈ സ്നേഹം എല്ലാ കാലത്തും ഇതുപോലെ ഉണ്ടാകുമോ സേതുവേട്ടാ എന്ന് പല്ലവി സേതുവിനോട് ചോദിച്ചപ്പം സംശയമുണ്ടോ എന്ന് സേതു ചോദിച്ചു. 7 സമുദ്രങ്ങൾ വറ്റിപ്പോയേക്കാം, സൂര്യൻ ചിലപ്പോൾ ഉദിക്കാതെ ഇരുന്നേക്കാം, ആകാശം മാഞ്ഞും പോയേക്കാം. പക്ഷേ സേതുവിൻ്റെ സ്നേഹം എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാകുമെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പം മതി, ഈ ഒരു ഉറപ്പ് മതി എനിക്ക്. ഇതിൽ കൂടുതൽ എന്താ ഞാൻ ആഗ്രഹിക്കേണ്ടതെന്ന് പല്ലവി സേതുവിനോട് ചോദിക്കാം. സന്തോഷമായി എനിക്ക്. അങ്ങനെ അതും പറഞ്ഞ് ഇവർ സാരിയൊക്കെ തേച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇതിനകത്ത് തന്നെ അടച്ചിരിക്കുന്ന തൻ്റെ ബോറടി മാറ്റാൻ ഞാനങ്ങ് തീരുമാനിച്ചു. എന്താ, നമുക്കൊന്ന് പുറത്ത് പോയാലോ? എന്നത് ചെയ്തിട്ട് പോവാലോ? രണ്ടുപേരും പോകാനായിട്ട് ഇറങ്ങും. അങ്ങനെ രണ്ടുപേരും കൂടി ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കുന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് പല്ലവിയോട് റെഡി ആയിക്കോളാൻ പറഞ്ഞു. സേതു റെഡി ആയിട്ട് വരാമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തിനാ സേതുവേട്ടാ പുറത്ത് പോകുന്നത്, ഞാൻ ഇവിടെ നിന്നോളാമെന്ന് പറഞ്ഞപ്പം അല്ല, അപ്പോൾ എനിക്ക് ഡ്രസ്സ് മാറണ്ടേ, അപ്പോൾ ഞാനിവിടെ നിന്നാൽ എന്താ കുഴപ്പം എന്ന് പല്ലവി ചോദിച്ചു. അല്ല എന്നാലും ഇല്ല, ഞാൻ തിരിഞ്ഞു നിന്നോളാമെന്ന് പല്ലവി പറഞ്ഞു. ഒന്ന് പെട്ടെന്നൊന്ന് മാറാവോ എന്ന് ചോദിച്ചു. ശരി, നോക്കല്ലേ എന്ന് സേതു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. നോക്കാവോ? അയ്യോ ഇപ്പം നോക്കല്ലേ, ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പല്ലവിയോട് പറയുമ്പോൾ വേഗം ആവട്ടെ, സമയം പോവുകയാണേ. ഇതേ സാരി ഉടുക്കുന്നത് പോലെ എളുപ്പമുള്ള പണിയൊന്നും അല്ല, കുറച്ച് അധ്വാനം ഉണ്ടേ എന്ന് പറയുമ്പം അത് കൊള്ളാവല്ലോ എന്ന് പറഞ്ഞ് പല്ലവി നോക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് സേതു. അപ്പോൾ ഇപ്പം തന്നെ റെഡി ആകാം. അപ്പോൾ റെഡി ആയോ എന്നിങ്ങനെ പല്ലവി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നു. ഇല്ല എന്ന് സേതു പറയണു. റെഡി ആയോ എന്ന് പല്ലവി ചോദിക്കണു. റെഡി ആയില്ലെന്ന് സേതു പറയുന്നു. തൊട്ടടുത്ത നിമിഷം ഷർട്ട് ഇട്ടുകൊണ്ട് വന്നു. പോവാം എന്ന് പറഞ്ഞു. എന്നാൽ ശരി നടക്കുമെന്നും പറഞ്ഞു രണ്ടുപേരും കൂടെ പോവുക. അങ്ങനെ രണ്ടുപേരും കൂടെ കടൽ തീരത്തേക്ക് എത്തിക്കഴിഞ്ഞു മക്കളെ. അത് കഴിഞ്ഞപ്പോൾ കയ്യും പിടിച്ച് രണ്ടുപേരും ഇങ്ങനെ നടക്കും. അപ്പോൾ പല്ലവി പറഞ്ഞു, സേതുവേട്ടൻ്റെ കയ്യും പിടിച്ച് ഇങ്ങനെ നടക്കാൻ എന്ത് രസമാണെന്ന് അറിയാവോന്ന്. ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണെന്ന് സേതുവേട്ടൻ അറിയോ?
ഈ യാത്ര ഒരിക്കലും തീരരുതേ എന്നാണെന്നും ഇതിങ്ങനെ നീണ്ടു പോകണം, ഒരുപാട് കാലം പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീങ്ങുമല്ലോ, അതിനു വേണ്ടിയല്ലേ നമ്മൾ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞവർ രണ്ടുപേരും കൂടെ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കുക. അപ്പം കയ്യെ പിടിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഇത് കണ്ടുകൊണ്ടാണ് പ്രതാപൻ തൻ്റെ വണ്ടിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഡിവോഴ്സ് ഒന്ന് കഴിഞ്ഞോട്ടെ, ഏറ്റവും അടുത്തുള്ള മുഹൂർത്തത്തിൽ നമ്മളുടെ കല്യാണവും നടക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞു. ആ ഒരു നിമിഷത്തിന് വേണ്ടി സേതുവേട്ടാ ഞാനും കാത്തിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇവർ റോട്ടിലേക്ക് കയറുമല്ല, ആ കാർ വന്ന് ഇടിച്ചങ്ങ് കയറ്റി സേതുവിൻ്റെ ദേഹത്തേക്ക്. പല്ലവി പിടിച്ച് വലിച്ചത് കൊണ്ട് നമ്മുടെ സേതു രക്ഷപ്പെട്ടു. വണ്ടി അങ്ങ് കുറച്ച് ദൂരം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പ്രതാപൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി പോകുക. അപ്പോൾ പ്രതാപനാണിതെന്ന് അവർക്ക് മനസ്സിലായി. സേതുവേട്ട എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചു പല്ലവി. ഒന്നും പറ്റിയില്ല. പല്ലവിക്ക് എന്തെങ്കിലും പറ്റുമോ? ഇല്ല, ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തായേനെന്ന് ഇങ്ങനെ ചോദിക്കുക കേട്ടോ പല്ലവി. അപ്പോൾ ഇവൻ ഇങ്ങനെ ഒരുത്തനാണോ ഒന്ന് സേതു? അപ്പോൾ കൊല്ലാനുള്ള ചങ്കർപ്പൊക്കെ ഉണ്ടോ അവന് എന്നിങ്ങനെ സേതു ചോദിച്ചപ്പോൾ കൊല്ലും, അയാൾ കൊല്ലും എന്ന് നമ്മുടെ പല്ലവി സേതുവിനോട് പറയുക. ഇത്രയും കാലം ഞാനത് പറയാതെ വെച്ചിരിക്കുകയായിരുന്നു എന്ന് പല്ലവി പറയുക. കൈപ്പകശ്ശേരി തിരുമേനി വന്നു പറഞ്ഞത് ഓർക്കുന്നില്ലേ സേതുവേട്ടൻ? അതൊരു അസ്വാഭാവിക മരണമാണ് എന്നുള്ളത്. പൊന്നുമടത്തിൽ മാധവമേനോൻ്റെ മരണം സ്വാഭാവികമല്ല എന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് സേതു ഞെട്ടി. അങ്ങനെ പ്രതാപനാണ് നമ്മുടെ മാധവൻ്റെ കൊലയാളി എന്നുള്ള സത്യം പല്ലവി തുറന്നു പറയുവാണ്. ആ പ്രവചനം സത്യമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ മറ്റാരുമല്ല പ്രതാപനാണെന്ന സത്യം നമ്മുടെ പല്ലവി സേതുവിൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയുന്നു. അതിനുശേഷം അന്ന് പല്ലവി ഈ പ്രതാപൻ ആ ഡോക്ടർക്ക് പൈസ കൊടുത്തതൊക്കെ കണ്ടില്ലേ, അതെല്ലാം പറയാം. അന്ന് കൈപ്പകശ്ശേരി തിരുമേനി അത് അങ്ങനെ പറഞ്ഞപ്പം അതിനെ എതിർത്ത ഒരേ ഒരാൾ പ്രതാപൻ മാത്രമായിരുന്നു എന്നുള്ള കാര്യവും പല്ലവി സേതുവിനോട് പറയുന്നു. അപ്പോഴത് നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുക സേതു. അതുമാത്രമല്ല വേറൊരു തെളിവും കൂടി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഡോക്ടർക്ക് പൈസ കൊടുത്ത കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറയുന്നത്. അതെല്ലാം കേട്ട് സേതു ഇങ്ങനെ നടുങ്ങി നിൽക്കുക കേട്ടോ. പല്ലവി കണ്ട കാര്യം പല്ലവി അയാളോട് സേതുവിനോട് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ തന്നെയാണ് അത്രേ അച്ഛനെ നോക്കിയതും. അപ്പോൾ ആ കാശ് കൊടുക്കലും അച്ഛൻ്റെ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാകുമോ എന്നിങ്ങനെ നമ്മുടെ പല്ലവി ചോദിച്ചപ്പം വെച്ചേക്കില്ല ഞാൻ അവനെ, ഇനി അവനെ ഭൂമിയിൽ വേണ്ട എന്ന് സേതു. അപ്പം സൂക്ഷിക്കണം സേതുവേട്ടാ, അപകടകാരിയാണ് അയാളെ സൂക്ഷിക്കണം. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണെന്ന് പറയുമ്പം എൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരായത് ആരാണെങ്കിലും വെറുതെ വിടില്ല ഞാനെന്ന് സേതു പറയുക. പകരം ചോദിച്ചിരിക്കും ഞാനെന്നും സേതു പറഞ്ഞു. അതൊരു മകൻ്റെ കടമയാണെന്ന്, ഞാനത് ചെയ്തിരിക്കുമെന്നും പറഞ്ഞു സേതു വെല്ലുവിളിക്കുവാണ്. അങ്ങനെ സേതു അവിടെ നിന്നൊരു പോക്കങ്ങ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും പല്ലവി തിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നുമടം, അമ്മ, പെങ്ങന്മാർ ഇതെല്ലാം സേതുവേട്ടൻ്റെ മുന്നിൽ അല്ലെങ്കിൽ മനസ്സിലുണ്ടായിരിക്കണം. നല്ലതുപോലെ പ്രിപ്പയർ ചെയ്ത് മാത്രമേ എന്തിനും മുന്നോട്ട് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. സേതു വേഗം തന്നെ വണ്ടിയിൽ കയറി അങ്ങനെ ആശുപത്രി ലക്ഷ്യമാക്കി പോവുക. ആ ഡോക്ടർ അന്നേരം അവിടെ ഉണ്ട്. ഡോക്ടർ ഇങ്ങനെ പേഷ്യൻറ്റിനെ പരിശോധിക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തു. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സേതു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. സേതു എന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർക്ക് ഭയങ്കര സ്നേഹം. അപ്പോൾ സേതു ഒന്ന് ഡോക്ടറുടെ അടുത്തേക്ക് ഇരിക്കുക. ആ സേതു ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്താണ് അസുഖം? അപ്പോൾ അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. എന്താ അസുഖം എന്ന് ഡോക്ടറോട് സേതു തിരിച്ചു ചോദിച്ചു. ഡോക്ടർ അന്നേരം ഇങ്ങനെ നോക്കുക. ഒരസുഖം ഇല്ലാത്തവരെ കൊല്ലുന്നത് ഒരസുഖമാണല്ലോ, അതിനെപ്പറ്റി എനിക്ക് അറിയേണ്ടത്. അപ്പം താനാരാ, എന്ത് വേണം? അപ്പം ഞാൻ സേതുമാധവൻ, മരിച്ചുപോയ പൂർണിമ ടെക്സ്റ്റൈൽസ് അതിൻ്റെ ഉടമ മാധവമേനോൻ്റെ മകനാണെന്ന് പറഞ്ഞു. ഡോക്ടർ ഒന്ന് പതറി. ഡോക്ടറുടെ മാളത്തിൽ കയറി പിടിച്ചു നമ്മുടെ സേതു. അയാളാണെങ്കിൽ ഇങ്ങനെ സ്റ്റെതസ്കോപ്പൊക്കെ പിടിച്ച് എന്നൊക്കെ പറഞ്ഞ് 4 പടി നോക്കിയിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ കിട്ടിയോ എന്ന് ചോദിച്ചപ്പം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. എനിക്കറിയാം ആ മരണം അതൊരു സ്വാഭാവിക മരണമല്ല എന്ന്. ആരോ എന്തോ ചെയ്തതാ. ആര്, എപ്പോ, എങ്ങനെ, അതിൻ്റെ ഈ 3 ചോദ്യത്തിന് എനിക്ക് ഉത്തരം വേണം. അല്ലെങ്കിലേ ഡോക്ടർക്കൊരു ബുദ്ധിമുട്ടാകും ഞാൻ. താനെന്താണ് എന്നെ ഭീഷണിപ്പെടുത്തുവാണെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ, എൻ്റെ ഡോക്ടറെ, എൻ്റെ ഉള്ളിൽ 2 സേതുമാന്മാരുണ്ട്. ഒന്ന് മാധവമേനോൻ്റെ മകനായ സേതുമാധവൻ, മാന്യനായിട്ടുള്ള ആൾ. രണ്ടാമത്തേത് അതിച്ചിരി വശപ്പശക. അത് ഡോക്ടർ ഒന്ന് ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കൈയൊക്കെ പിരിച്ചങ്ങ് ചെന്നില്ലേ. ഇയാൾ പേടിച്ചിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന സേതുമാധവനെ കാണുമ്പോൾ സാറിന് താൻ തന്നെ പേടിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു ഈ ഡോക്ടർ. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന സേതുമാധവനെ കാണുമ്പോൾ ഡോക്ടർക്ക് പേടിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ അടുത്ത സേതുമാധവനെ കാണുമ്പോൾ ഡോക്ടർ എന്ത് പറയും എന്നിങ്ങനെ സേതു ചോദിച്ചു കേട്ടോ. മീശയും പിരിച്ചങ്ങ് ചെന്നിട്ട് അയാളുടെ നേരെ കഴുത്തിനങ്ങ് കുത്തിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് കത്രിക എടുത്ത് കഴുത്തിനങ്ങ് വെച്ചിട്ട് ഞാൻ കൊന്നുകളയും സത്യം പറയാനായിട്ട് സേതു ഇയാളോട് പറയുമ്പോൾ എന്നൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. പറയടോ, പറയാൻ പറഞ്ഞു. അപ്പോൾ പ്രതാപനാണ് എല്ലാം ചെയ്തതെന്നും പിന്നെ ഞാൻ പൈസ വാങ്ങിച്ചെന്നേ ഉള്ളൂ എന്നും ഈ ഡോക്ടർ പറയുക.
പിന്നെ അസുഖം കൂടിയപ്പോൾ പ്രതാപൻ എന്തൊക്കെയോ ഗുളികകൾ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ മാധവമേനോൻ സ്ഥിരം കഴിക്കുന്ന ഗുളികകളാണെന്നാണ് എന്നോട് പ്രതാപൻ പറഞ്ഞത്. ആ മരുന്നുകളെല്ലാം ഡോസ് കൂടിയ മരുന്നുകളാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. നീ ഡോക്ടർ പറഞ്ഞു അച്ഛൻ്റെ മരണത്തിന് കാരണം ആ മരുന്നുകളാണോടാ? അപ്പോൾ അതെ അതെ നീ ഡോക്ടർ പറയുമോ? അപ്പം ആ വിവരം പുറത്ത് പറയാതിരിക്കാനാ പ്രതാപൻ നിനക്ക് കാശ് തന്നല്ലടാ എന്നൊക്കെ ചോദിച്ചപ്പം അതെ 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 എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരാളെ കൊല്ലാൻ കൂട്ടുനിന്നതിന് വിഹിതം അല്ലടാ എന്ന് ചോദിച്ചപ്പം അതെ അതെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിൻ്റെയൊക്കെ 2 കണ്ണും ചൂഴ്ന്നെടുക്കുക വേണ്ടതെന്നും പറഞ്ഞു കൊടുത്തു. ഞാനത് ചെയ്യാത്തതേ നിന്നെ കൊണ്ട് ഇനിയും എനിക്ക് ആവശ്യമുള്ളത് കൊണ്ടാണെന്ന് സേതു ഡോക്ടറോട് പറഞ്ഞു. നിന്നെ ഞാൻ വെച്ചേക്കില്ല. ഇനി എൻ്റെ കൂടെ ഇവിടെ വരുന്നവരുടെ മുന്നിൽ നീ ഇപ്പോൾ പറഞ്ഞ സത്യങ്ങളെല്ലാം പറയേണ്ടി വരും. പറഞ്ഞില്ലെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞോളാം. ആരോട് വേണമെങ്കിലും ഞാൻ പറയാം. എന്നെ ഒന്നും ചെയ്യാതിരുന്നാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ നമ്മുടെ സേതുവിൻ്റെ കാല് പിടിക്കുക. സേതു ആശുപത്രിയിൽ നിന്ന് ഒരു ഇറക്കം ഇറങ്ങിയില്ലേ. ഡോക്ടർ ഇങ്ങനെ അന്തം വിട്ട് പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുന്നു. പ്രതാപൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് കയറി ചെല്ലുക. അപ്പോഴേക്കും ഭാര്യ ഓടി വന്നു. ഇതെന്താ യാത്ര വല്ലതും പോവാണെന്ന് ചോദിച്ചപ്പം അതെ. എങ്ങോട്ടാ യാത്ര? എടി നരകത്തിലേക്കാണ് ഞാൻ പോകുന്നത്. എടി ഇനി ഞാനിവിടെ നിൽക്കാനേ പാടില്ല, നിന്ന പ്രശ്നമാണെന്ന് പ്രതാപൻ. അപ്പം എന്താ സംഭവിച്ചെന്ന് പറയാൻ പറഞ്ഞു. അല്ല അതൊക്കെ പിന്നെ ഞാൻ പിന്നെ പറയാം. ആരെന്ത് ചോദിച്ചാലും നിനക്കൊന്നും അറിയില്ല, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രതാപൻ പറഞ്ഞ് പെണ്ണുമ്പോളെ ചാട്ടേ കയറ്റുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.